സ്വാഗതം. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കുതിരമാളികയിലാണ് കേട്ടോ. അപ്പം ഞങ്ങൾ തിരുവനന്തപുരം ജില്ലക്കാരാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ വരേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ വിചാരിച്ചു കുതിരമാളിക കൂടി ഒന്ന് കയറി കാണാമെന്ന്. അപ്പം മീനുകുട്ടിക്ക് ഇത് എന്താണ് ഏതാണെന്ന് പോലും അറിയത്തില്ല. അപ്പം ഞാനും ഇതുവരെയും കണ്ടിട്ടില്ല. അപ്പം നമുക്ക് ഒരുമിച്ച് വന്ന വീഡിയോ കാണാം കൂട്ടുകാരെ. തിരുവനന്തപുരം ജില്ലയിലെ നമ്മുടെ കിഴക്കേക്കോട്ട എന്നറിയപ്പെടുന്ന സ്ഥലത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായി സ്വാതി തിരുനാൾ രാമവർമ്മ നിർമ്മിച്ച തിരുവിതാംകൂർ രാജകൊട്ടാരമാണ് കുതിരമാളിക അഥവാ പുത്തൻ മാളിക. കുതിരമാളിക എന്നത് കുതിരകളുടെ മാളിക എന്നാണ് അർത്ഥമാക്കുന്നത്. ഈ ഗംഭീരമായ ഘടനയുടെ തെക്കേ മേൽക്കൂരയെ താങ്ങി നിർത്തുന്ന നിരവധി തൂണുകളെ അലങ്കരിക്കുന്ന 122 കുതിരകൾ ഉള്ളതിനാലാണ് ഇതിന് അങ്ങനെ പേര് വന്നത് കേട്ടോ. കുതിരമാളിക എന്നാണ് ഇത് അറിയപ്പെടുന്നതിന് ഇതിൻ്റെ ഒരു ഔദ്യോഗിക നാമം എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത് പുത്തൻ മാളിക അഥവാ പുതിയ മാളിക എന്നാണ് കേട്ടോ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള രാജകീയ കെട്ടിടങ്ങളുടെ വിശാലമായ സമുച്ചയത്തിൻ്റെ ഭാഗമാണ് കൊട്ടാരം. 1846 സ്വാതി തിരുനാളിൻ്റെ നിര്യാണത്തെ തുടർന്ന് ഒരു നൂറ്റാണ്ടിലേറെയായി ഈ കെട്ടിടം ആളില്ലാതെ കിടക്കുകയായിരുന്നു. 1840 നിർമ്മിച്ച കുതിരമാളിക പരമ്പരാഗത കേരള വാസ്തുവിദ്യയുടെ ഒരു ഉദാഹരണമാണ്. അതിൻ്റെ സാധാരണ ചരിഞ്ഞ മേൽക്കൂരകൾ, തൂങ്ങിക്കിടക്കുന്ന മേൽക്കൂരകൾ, തൂണുകളുള്ള വരാന്തകൾ, അടച്ചിട്ട മുറ്റങ്ങൾ എന്നിവയാൽ സങ്കീർണമായ കൊത്തുപണികൾ മരത്തിൻ്റെ മേൽക്കൂരകളെ അലങ്കരിക്കുന്നു. ഓരോ മുറിക്കും ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ട്. ഈ കൊട്ടാരം 4 വർഷം കൊണ്ടാണ് കേട്ടോ പൂർത്തീകരിച്ചത്. റോസ്വുഡ്, തേക്ക് മരം, മാർബിൾ, ഗ്രാനൈറ്റ് എന്നിവ കൊണ്ടാണ് കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. കൊട്ടാരത്തിൻ്റെ മേൽക്കൂര മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 42 ബീമുകൾ കൊത്തിയെടുത്ത പാറ്റേണുകളെ പിന്തുണയ്ക്കുന്നു. മേൽക്കൂര ഗ്രാനൈറ്റ് തൂണുകളാൽ താങ്ങി നിർത്തിയിരിക്കുന്നു. വരാന്തയുടെ സീലിംഗിൽ പുഷ്പരൂപങ്ങൾ കാണാം. കൊട്ടാരത്തിൻ്റെ പ്രധാന 16 മുറികൾ 16 വ്യത്യസ്ത പാറ്റേണുകളിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. മൊത്തത്തിൽ കൊട്ടാരത്തിൽ 80 മുറികളുണ്ട്. അതിൽ 20 എണ്ണം 1995 സന്ദർശകർക്കായി തുറന്നു കൊടുത്തു. കൊട്ടാരത്തിനുള്ളിലെ തറ മുട്ടയുടെ വെള്ള, കരി, ചുണ്ണാമ്പുകല്ല് എന്നിവ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ചൂടുള്ള കാലാവസ്ഥയിലും തണുപ്പും മിനുസവും നൽകുന്നു. കൊട്ടാര പരിസരത്ത് നിർമ്മിച്ച കച്ചേരി വേദിയിൽ സീലിംഗിൽ നിന്നും തലകീഴായി തൂങ്ങിക്കിടക്കുന്ന 50 കളിമൺ പാത്രങ്ങളടങ്ങിയ പരമ്പരാഗത ശബ്ദ പ്രതിഫലനങ്ങൾ ഉപയോഗിക്കുന്നു. കുതിരമാളികയുടെ ഒരു ഭാഗം കൊട്ടാരം മ്യൂസിയമാക്കി മാറ്റി. തിരുവിതാംകൂർ കുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ചില സ്വത്തുകൾ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. കൊട്ടാരത്തിൽ 80 മുറികൾ ഉണ്ടെങ്കിലും 20 എണ്ണം മാത്രമേ സന്ദർശകർക്കായി തുറന്നിട്ടുള്ളൂ. കൊട്ടാരത്തിനുള്ളിൽ ഒരു ഗൈഡഡ് ടൂർ ലഭ്യമാണ്. കൊട്ടാര ശേഖരത്തിൽ 14 ലൈഫ് സൈസ് കഥകളി മാനക്യൂനുകൾ, ബെൽജിയൻ, ഇറ്റാലിയൻ കണ്ണാടികൾ, ക്രിസ്റ്റൽ ചാൻഡിലയറുകൾ, പെയിൻറ്റിങ്ങുകൾ, ഒരു ഭീമൻ ബെൽജിയൻ ഹാർപൂൺ, ആയുധങ്ങൾ, സംഗീതോപകരണങ്ങൾ, പരമ്പരാഗത ഫർണിച്ചറുകൾ, ഗ്രീക്ക് പ്രതിമകൾ, ടാപ്പിങ്ങിൽ 8 ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു സംഗീത വൃക്ഷം, മറ്റ് കരകൗശല വസ്തുക്കൾ എന്നിവ ഉൾപ്പെടുന്നു. മാനക്യൂനുകളുടെ വലതുവശത്ത് വിവിധ വലിപ്പത്തിലുള്ള ആനക്കൊമ്പുകൾ കൊണ്ട് നിർമ്മിച്ച തൊട്ടിലുകളുണ്ട്. കൊട്ടാരത്തിൽ 2 രാജകീയ സിംഹാസനങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു കേട്ടോ. ഒന്ന് 24 ആനക്കൊമ്പുകൾ അഥവാ ദന്ത സിംഹാസനം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. മറ്റൊന്ന് ബൊഹീമിയൻ ക്രിസ്റ്റൽ സിംഹാസനമാണ് കേട്ടോ. അത് പിൻഭാഗത്തിൻ്റെ മുകളിൽ ട്രാവൻകൂർ ചിഹ്നമായ ശംഖ് അലങ്കരിച്ചിരിക്കുന്നു. വെളുത്ത മാർബിൾ നിർമ്മിച്ച വിഗ്രഹങ്ങളുടെയും ശില്പങ്ങളുടെയും ഒരു വലിയ ശേഖരം കൊട്ടാരത്തിലുണ്ട്. 1-ാം നിലയിൽ ഒരു കാലത്ത് പ്രേക്ഷകർക്കായി ഒരുക്കിയിരുന്ന മുറികളും ലൈബ്രറിയും സ്വാതി തിരുനാൾ ധ്യാനിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ നിരവധി സംഗീത രചനകൾ സങ്കല്പിക്കാനും ഉപയോഗിക്കുന്ന ഒരു ആൽക്കോണുമുണ്ട്. ഈ സ്ഥലം പത്മനാഭസ്വാമി ക്ഷേത്ര ഗോപുരത്തിന് നേരിട്ടുള്ള കാഴ്ച നൽകുന്നു. അവിടെയുള്ള ചെറിയ മരപ്പടി കെട്ടിൽ മയിൽ, ആന, വ്യാളി എന്നിവയുടെ കൊത്തുപണികൾ കാണാം. മുറികളുടെ സീലിംഗിൽ തത്ത, മയിൽ, ആന എന്നിവയുടെ ചിത്രങ്ങൾ കാണാം.
ഒരു മുറിയിൽ ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മയുടെ ഒരു മായാചിത്രം പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇത് സെറ്റോസ്ലാവ് റോറിച്ച് വരച്ചതാണ് കേട്ടോ. രാജാവിൻ്റെ മുഖവും ചെരുപ്പുകളും മുറികളുടെ എല്ലാ കോണുകളിലും നിന്നും കാഴ്ചക്കാരെ അഭിമുഖമായി കാണപ്പെടും. കൂട്ടുകാരെ, അപ്പം നമുക്ക് നമ്മുടെ കുതിരമാളിയെ കയറിയിട്ട് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇതിനകത്തുള്ള വീഡിയോസ്, നമ്മളകത്തുള്ള ഫോട്ടോസോ ഒന്നും നമുക്ക് ഇത് അലോഡായിട്ട് വന്നിട്ടില്ല. 500 രൂപ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഫോട്ടോസ് എടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് നമ്മളെന്തായാലും അകത്ത് ഫോട്ടോ എടുക്കാനുള്ള ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടില്ല. പുറത്തുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. 50 രൂപ പുറത്തുള്ള ഫോട്ടോസും കാര്യങ്ങളും എടുക്കാം. ഓക്കെ, അപ്പോൾ കാണാൻ താല്പര്യമുള്ള ആൾക്കാർ ഉറപ്പായിട്ടും വരണം. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ തലസ്ഥാനത്തിൻ്റെ ഒരു അഹങ്കാരമായിട്ട് നിൽക്കുന്നില്ലേ ഇപ്പോഴും. എത്ര കാലം വരെ കാണുമെന്നോ എത്ര നാൾ ഇതിങ്ങനെ തന്നെ നിലനിൽക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉറപ്പായിട്ടും പറയുകയാണ്, മാക്സിമം എത്രയും പെട്ടെന്ന് വന്ന് കാണുന്നത് കണ്ട് നമ്മൾ ആസ്വദിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോ നമ്മളിവിടെ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് വിടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.